ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നിലേ നമ്മൾ കണ്ടായിരുന്നല്ലോ, കുഞ്ഞൻ പാണ്ടിക്കാട് ഒരു ലക്കി ഡ്രോ തട്ടിപ്പൊക്കെ ആയിട്ട് വന്നു. കോടിക്കണക്കിന് രൂപ ആ വീട് വിറ്റ ആൾക്ക് ലഭിക്കുകയുണ്ടായി. വീട് ലക്കി ഡ്രോ നടത്തിയ ആളുടെ തന്നെ മകനും സുഹൃത്തുക്കൾക്കും അവരുടെ അടുത്ത ബന്ധുക്കൾക്കുമാണ് കിട്ടിയത്, എല്ലാ സമ്മാനങ്ങളും കിട്ടിയത്. ഓക്കെ, വീണ്ടും നമ്മളെ എത്ര കണ്ടാലും കേട്ടാലും പഠിക്കില്ല കേട്ടോ മലയാളികൾക്ക് സൗജന്യമായി കിട്ടുന്നു, ഗിവ് അവേ കിട്ടുന്നു. അതിൻ്റെ കൂടെ ഇപ്പം 1000 രൂപയുടെ സാധനം വാങ്ങിക്കാൻ പോവുകയാണ്. ഇപ്പം 1000 രൂപയുടെ സാധനത്തിന് 1500 രൂപ മേടിച്ചിട്ടാണ് ഒരു ഗിഫ്റ്റ് അതിൻ്റെ കൂടെ തരുന്നത്. അതൊന്നും മനസ്സിലാക്കാതെ ഈ സ്വർണ്ണക്കടകളിലെല്ലാം ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ, അതെല്ലാം അവര് ആ ഗിഫ്റ്റിൻ്റെയും കൂടെ എമൗണ്ട് നമ്മുടെ ബില്ലിൽ അടിക്കുകയാണ് മേടിക്കുന്നത്. എന്തായാലും മലയാളികൾ പഠിക്കില്ല കേട്ടോ. മലയാളികൾക്ക് ഗിഫ്റ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് 500 രൂപയ്ക്ക് 2300 സ്ക്വയർ ഫീറ്റിന്റെ വീട്, അങ്ങനെയൊക്കെ പറഞ്ഞ എന്ത് കേട്ടാലും മലയാളികൾ അവിടെ കൂടും. അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ലക്കി ഡ്രോ തട്ടിപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആളുകൾ. അതിന്റെ പ്രൊമോഷൻ കൊടുക്കുന്നത് നമ്മുടെ രേണുസുതിയാണ്. രേണുസുതിയും ഫ്രണ്ടുമായിട്ടാണ് അതിന്റെ പ്രൊമോഷൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ പ്രൊമോഷൻ പറയുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് ജാവയുടെ ഒരു അടിപൊളി ബൈക്കാണ് ഗൈസ്. അതെ, 4ാം സമ്മാനമായിട്ട് വരുന്ന 5 പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ്. അതുപോലെ 5ാം സമ്മാനമായിട്ട് വരുന്നത് 50 പേർക്കുള്ള. നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടു. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2300 സ്ക്വയർ ഫീറ്റിന്റെ വീട് കിട്ടും. ഇപ്പോൾ ഒരു 500 നഷ്ടപ്പെട്ടാൽ എന്താ കിട്ടുവാണെങ്കിൽ ഇത്ര രൂപ, എത്ര ലക്ഷം? ഇപ്പോൾ 2300 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 40-45 ലക്ഷം അത്രയും എമൗണ്ട് വരും അല്ലേ ആ ഒരു വീടിന്, ഇപ്പോഴത്തെ എമൗണ്ടൊക്കെ വെച്ചിട്ട്. പിന്നെ ഒരു വീടൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ സ്ഥലം നോക്കണം, വാസ്തു നോക്കണം, പിന്നെ ആണെങ്കിൽ എന്തെല്ലാമാണ് കല്ലിടലുടത്ത് വലിയ ചടങ്ങുകളാണ് ഫുൾ. അതിനൊക്കെ നല്ല പേയ്മെൻറ്റാണ്. ഇതിപ്പോൾ ഒരു 500 രൂപ കൊടുക്കുമ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടും. ഈ 500 രൂപയുടെ കൂപ്പൺ അവർ എത്ര എണ്ണം അടിക്കും? ഇതിൻ്റെ എമൗണ്ടിന് ആനുപാതികമായിട്ടാണ് അടിക്കുന്നത് അല്ലേ. പക്ഷേ സാധാരണ ഇപ്പം 50 ലക്ഷത്തിൻ്റെ ആണെങ്കിൽ 50 ലക്ഷം 500 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താണ് എടുക്കുന്നത്. പക്ഷേ ഇവരങ്ങനെയാണോ ചെയ്യുന്നത്? ആളുകളെ ചീറ്റ് ചെയ്യും. അതായത് ഇവർക്ക് 3 ഇരട്ടി ലാഭം അവരതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ രേണുസുതിയും അതുപോലെ തന്നെ ഫ്രണ്ട് പ്രതീഷ് എന്നാണ് ആ പയ്യൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. ആ പയ്യനെ കൂടി ആ വീടിനെ വീട് ഫുള്ള് കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അവിടെ ഇരുന്നവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. സമ്മാനം എന്ന് പറയുന്നത് പുതിയൊരു അടിപൊളി സ്വിഫ്റ്റ് ആണ്. അതുപോലെ തന്നെ 3ാം സമ്മാനം എന്ന് പറയുന്നത് ജാവയുടെ ഒരു അടിപൊളി ബൈക്കാണ് ഗൈസ്. അതെ, 4ാം സമ്മാനമായിട്ട് വരുന്ന 5 പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ്. അതുപോലെ 5ാം സമ്മാനമായിട്ട് വരുന്നത് 50 പേർക്കുള്ള സ്വർണ്ണ നാണയം. മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങളാണ് ഇതിന്റെ ഭാഗ്യശാലി. കാരണം നിങ്ങൾ ലൈവ് ആയിട്ടാണ് ഇത് നറുക്കെടുക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീടും ദിവസം കാണാൻ നിങ്ങൾക്കൊരു കിടിലൻ ഓഫറാണ്. വീടുകളിലെ വിശാലമായിട്ടുള്ള ഹാൾ ഏരിയയിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഗൈസ് കിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബെഡ്റൂം ഉണ്ട് കേട്ടോ. സൂപ്പർ ബെഡ്റൂം ആണ്. അതുപോലെ ബാൽക്കണിയിൽ നല്ല അടിപൊളി വിഷ്വൽസ് ആണ്. ഓക്കെ, അടിപൊളി കിച്ചൺ ഉണ്ട്. അടിപൊളി കിച്ചൺ ഉണ്ട്. അപ്പൊ എന്തായാലും ഗൈസ് നമുക്ക് നേരെ മുകളിലേക്ക് പോവാം, ബാക്കി എല്ലാം നമുക്ക് കാണാം. അപ്പൊ ഗൈസ് ഒരു 500 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വിഷ്വൽസ് പറയുന്ന കാഴ്ചയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ബാക്കിയും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ ബാൽക്കണിയിലെ വ്യൂവിലേക്കാണ് നമ്മൾ വരുന്നത്. നല്ല അത്യാവശ്യം നല്ല വെട്ടവും വെളിച്ചവും വായും ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ്. കണ്ടല്ലോ നിങ്ങൾ ഈ വീഡിയോയിൽ രേണുസുതിയൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീടിന് വേണ്ടിയിട്ട് ലക്കി ഡ്രോയിൽ ആളുകൾ എടുക്കാനുണ്ട്. ഇപ്പം രേണുസുതി ഇപ്പം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തിയാണ്. അതായത് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ രേണുസുതിയുടെ ഈ ഒരു പ്രൊമോഷൻ വീഡിയോ എല്ലാവരിലേക്ക് എത്തും. ആളുകൾ ഈ ഒരു ലക്കി ഡ്രോ ഞെറുക്കെടുക്കും. അതിലൂടെ ആ വ്യക്തിക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, അതൊക്കെ നടക്കട്ടെ. എന്തായാലും പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇത് ഇല്ലീഗലാണ് കേട്ടോ. ഇത് അനുവദനീയമല്ല. ഈ സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുന്നത് വളരെ തരത്തിൽ തെറ്റാണ്. എന്നിട്ട് പോലും ഇതിനെതിരെ ഒന്നും നടപടിയില്ലാത്തത് വളരെ ആശങ്കയാണ് കേട്ടോ. പക്ഷെ ഇത് സാധാരണക്കാർ വളരെ വെറും പാവപ്പെട്ടവർ, 3 സെന്റ് വസ്തു ഉള്ളൊരു പാവപ്പെട്ടവരാണ് ഈ വീടും വസ്തു ഒരു കുഞ്ഞു വീടുണ്ട്, അവർക്ക് ബാധ്യതയുണ്ട്, അത് വിറ്റ് പോകുന്നില്ല, കിട്ടുന്നില്ല, ഈ ഒരു എമൗണ്ട് കിട്ടുന്നില്ല, അവർ പ്രതീക്ഷിക്കുന്ന എമൗണ്ട് കിട്ടുന്നില്ല എങ്കിൽ ഇങ്ങനെ ഒരു ലക്കി ഡ്രോ പോട്ടെ 100 രൂപ വെച്ചിട്ടുള്ള ഒരു 3 സെന്റ് വസ്തു ഒരു കുഞ്ഞു വീടും ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പം നമ്മുടെ നിയമോട് ഇടപെടും. ഇത് ഇല്ലീഗലാണ്, ഇത് ചെയ്തുകൂടാ. പക്ഷേ കാശുള്ളവൻ എന്ത് ചെയ്താലും നിയമത്തിന് യാതൊരുവിധ പ്രശ്നമില്ല. ഞാനിവിടെ രേണുസുതി പ്രമോഷനെ അല്ല പറഞ്ഞത്, ഞാനൊരു ഇൻസിഡൻറ്റ് പറഞ്ഞതാണ്. അതായത് പാവപ്പെട്ടവർ എന്ത് ചെയ്താലും അതെല്ലാം നിയമവിരുദ്ധമാണ്. അല്ലാത്ത കാശുള്ളവർ കോടിക്കണക്കിന് രൂപയുടെ വീടും വസ്തുവും വിറ്റു കുഞ്ഞൻ പാണ്ടിക്കാട് അത് ചെയ്തതേ തെറ്റ്. അതിനകത്ത് ഒട്ടിച്ച് വെച്ച് അതെല്ലാം നമ്മൾ കണ്ട കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചൊന്നും പറയണ്ട. അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികളൊന്നുമില്ല. പക്ഷേ പാവപ്പെട്ടവൻ എന്ത് ചെയ്താലും കുറ്റമാണ് കേട്ടോ. ഓക്കെ, നമുക്ക് തിരിച്ച് രേണുസുതിയിലേക്ക് തന്നെ തിരിച്ചു വരാം. രേണുസുതി ഇപ്പം അറിയാവുന്ന കാര്യമാണ്. കുഞ്ഞൻ പാണ്ടിക്കാട്
വന്ന് ഈ ഒരു പ്രശ്നം ഉണ്ടായ കാര്യം അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കണമല്ലോ ഈ ലക്കി ഡ്രോയുടെ ഈ ഒരു ഇതിൽ രേണുസുതി വന്ന് പെട്ടത്. അപ്പം എന്താണ്, ഇങ്ങനെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി എനിക്ക് ആവശ്യമാണ്, എന്നാൽ മാത്രമേ എനിക്കിവിടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണമല്ലോ അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. എന്തായാലും രേണുസുതി ചേട്ടൻ്റെ മരണത്തിന് ശേഷം എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കുന്നതെന്നും എനിക്ക് അതിനു വേണ്ടി വലിയ ഇൻകം ഒന്നും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂവിൽ ചെറിയൊരു ക്ലിപ്പിംഗ് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതുകൊണ്ടൊന്ന് കണ്ടിട്ട് വരാം. അത് വലിയ തുകയാണ്. അവര് നമുക്ക് നമ്മുടെ കൂട്ടുകാരാണ് ഹെൽപ്പൊക്കെ ചെയ്യുന്ന ഒരു കാലം ഉണ്ടെന്ന്, എപ്പോഴും എന്നും കുന്നും ആരും തരില്ല, നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. അപ്പം സത്യമായിരുന്നു, ഞാൻ ആലോചിച്ചു ദൈവമേ വർക്കില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഉറക്കളച്ച് വർക്ക് ചെയ്യണം എന്നെ നാളത്തേക്ക് എന്ത്, എന്റെ കയ്യിൽ ഞാൻ ഒന്നും എനിക്ക് തോന്നുന്നു മേ ബി സൂചേട്ടനെ പോലെ സൂചേട്ടൻ ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ആ പാത ആയിരിക്കണം, എനിക്ക് പേടിയാണ് ദൈവമേ ആ പാത പിന്തുടരാനാണ്. കാരണം അന്നന്ന് കിട്ടുന്നത് അന്നന്ന് ഞാൻ ഈ അഭിനയിച്ച് കിട്ടുന്നത് ഞാൻ വീട്ടിൽ എന്റെ കാര്യങ്ങൾക്ക് ചെലവാക്കണം. എന്റെ കാര്യമല്ല, വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ചെലവാക്കുക, എന്റെ കാര്യങ്ങൾക്ക് ഞാൻ ചെലവാക്കുന്നില്ല. എന്റെ ചില ആവശ്യം കൊണ്ട് ഞാൻ അത് ചെയ്യും, അല്ലാതെ ഇന്ന് വരെ സൂക്ഷിച്ചു വെച്ചിട്ട് പോകുന്നില്ല. അതിനുള്ളതൊന്നും ഞാൻ ഇപ്പം വാങ്ങിച്ചിട്ടില്ല. എല്ലാരും പറഞ്ഞു വാങ്ങിക്കണം, നിനക്ക് കാശ് വാങ്ങിക്കാറൊക്കെ ആയി, നീ ഇപ്പൊ സോഷ്യൽ മീഡിയ നിനക്ക് നിന്റെ വില അറിയില്ല. എന്ത് വില എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനല്ല, നിനക്ക് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നല്ല വിലയുള്ള വ്യക്തിയാണ്, നീ എന്താണത്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ അടുത്ത രേണുസുതി പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കാര്യം സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ പേയ്മെന്റ് ഒന്നും വാങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നത്, പിന്നെ പേയ്മെന്റ് ഒന്നും വാങ്ങാതെയാണോ ഇത്രമാത്രം നെഗറ്റീവുകൾക്ക് രേണുസുതി അടിമപ്പെട്ടത്? അതായത് ചോറ് വാരി കൊടുക്കുന്നതായാലും ആ ഒരു ബ്യൂട്ടി പാർലറിന്റെ ഇതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ് ആയാലും നമ്മുടെ എന്താ പറയുന്നതിന് ഞാൻ ആ സാറിന്റെ പേര് മറന്നല്ലോ, രജിത് സാറുമായിട്ടുള്ള ഫാഷൻ ഷോയും ഒക്കെ ചെയ്തതൊന്നും പേയ്മെന്റ് മേടിക്കാതാണോ? ഈ ഇന്റർവ്യൂസിലൊക്കെ വന്നിരുന്ന് സ്വയം കോമാളിയായി മാറുന്നത് പേയ്മെന്റ് വാങ്ങിക്കാതാണോ? ഓക്കെ, അതെല്ലാം പോട്ടെ. രേണുസുതി എന്ന് പറയുന്ന വ്യക്തിക്ക് മുന്നോട്ട് പോകണം, 2 മക്കളെ വളർത്തണം, ഫാമിലി നോക്കണം. സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം വിധവ എന്ന് പറഞ്ഞ് വീട്ടിൽ കയറിയിരിക്കുന്നില്ല, തനിക്കറിയാവുന്ന ഫീൽഡിൽ നിലനിൽക്കുന്നു, അതൊക്കെ നല്ല കാര്യമാണ്. ഇപ്പം അന്നും ഇന്നും നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, പോസിറ്റീവിലൂടെ പോകുമോ? ഇപ്പോൾ അഭിനയിക്കുന്നതൊക്കെ വളരെ നല്ല രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല, എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള വ്യക്തിയാണ് രേണുസുതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വ്യൂസ്, വീഡിയോസ് ആയാലും ഇന്റർവ്യൂസ് ഒക്കെ ആയാലും നല്ല വ്യൂസ് ഉണ്ട്. അപ്പോഴത്തേക്ക് തന്നെ ആളുകൾ വീണ്ടും ഇന്റർവ്യൂസിനും എല്ലാം വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും. നമ്മൾ സ്വയം കോമാളിയായി മാറാതിരിക്കുക. ആ മോൻ ഇപ്പോൾ കിച്ചു എന്ന് പറയുന്ന മോന് 20-21 ആ ഒരു ഏജ് ഉണ്ട്. അപ്പോൾ അവനെ ആളുകൾ അവനെയും കൂടെ കൊണ്ടുവന്ന് ഇതിനകത്തിട്ട് എടുത്തിരുന്നുണ്ട്. അവൻ്റെ എടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവന് ഉത്തരവില്ല. കാര്യം അവൻ്റെ അമ്മയാണ്, അവൻ്റെ അമ്മയുടെ സ്ഥാനമാണ്. അപ്പം അവരെ വിമർശിക്കുന്നതൊക്കെ അവരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരു കുഞ്ഞുമോൻ വളർന്നു വരുന്നുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഈ നെഗറ്റീവ് കമന്റ്സുകളൊക്കെ ഒഴിവാക്കി പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക, അത്രമാത്രമേ പറയാനുള്ളൂ.